നവജാത ശിശുക്കളെ വിൽപ്പന നടത്തിയ കേസിൽ ഒന്നാം പ്രതി തമിഴ്നാട് സ്വദേശി മുപ്പിള്ളി രാജയെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാൻ പോലീസ്. എത്ര ലക്ഷം രൂപയ്ക്കാണ് തൊടുപുഴയിൽ പ്രസവിച്ച കുഞ്ഞിനെ വിറ്റത്, ഇടനിലക്കാർ ആരൊക്കെ തുടങ്ങിയ കാര്യങ്ങൾക്ക് ചോദ്യം ചെയ്യലിൽ വ്യക്തത വരുത്തുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘമുള്ളത്. ഫെബ്രുവരി 22-നാണ് തമിഴ്നാട്ടിൽ നിന്ന് എത്തിച്ച യുവതിയുടെ പ്രസവം നടന്നത്. നവജാത ശിശുവിനെ കൊല്ലം സ്വദേശിക്ക് കൈമാറിയെന്നാണ് കണ്ടെത്തൽ. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി ചേരുകയാണ്. രാഹുൽ, ഗുഡ് മോർണിംഗ്. കേരളത്തിൽ തന്നെ നടക്കുന്നൊരു സംഭവമാണ്. കേരളത്തിൽ നിന്നുള്ള മനസാക്ഷിയുള്ള ആരെയും ഞെട്ടിക്കുന്ന കാര്യമാണ് നവജാത ശിശുക്കളെ കൈമാറ്റം ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ. ഇപ്പോൾ അതിന്റെ പ്രധാന കണ്ണികളുമായി അടക്കം ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമാവുകയാണ്. എത്ര പണത്തിലാണ് വിറ്റത്, ആരൊക്കെയാണ് ഇടനിലക്കാർ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ കൂടി വ്യക്തമാകേണ്ടതുണ്ട്. രാഹുൽ, വെരി ഗുഡ് മോർണിംഗ് മധു. അതായത് സംസ്ഥാനത്ത് നവജാത ശിശുക്കളെ വിൽപ്പന നടത്തിയതുമായി ബന്ധപ്പെട്ട് കോട്ടയത്തും ഇടുക്കിയിലും കണ്ണൂരിലുമാണ് നിലവിൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. നേരത്തെ കോട്ടയത്ത് രജിസ്റ്റർ ചെയ്ത കേസിൽ ഈ ഒന്നാം പ്രതി ഉൾപ്പെടെയുള്ള ആളുകൾ കസ്റ്റഡിയിലായിരുന്നു. ഇന്നലെയാണ് കസ്റ്റഡി കാലാവധി കഴിഞ്ഞ ശേഷം ഒന്നാം പ്രതിയായിട്ടുള്ള മുപ്പിള്ളി രാജയെ ഉൾപ്പെടെ തിരികെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തത്. ഇന്നിപ്പോൾ തൊടുപുഴ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഒന്നാം പ്രതിയായിട്ടുള്ള തമിഴ്നാട് സ്വദേശി മുപ്പിള്ളി രാജയെ കസ്റ്റഡി വാങ്ങുന്നത്. രാവിലെ 11 മണിക്കാണ് മുട്ടം കോടതി ഈ കേസ് പരിഗണിക്കുന്നത്. ഈ പ്രതിയെ കസ്റ്റഡിയിൽ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. ഈ പ്രതിയെ കസ്റ്റഡിയിൽ ലഭിച്ച് വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമാണ് തൊടുപുഴയിലെ കേസിൽ ഒരു വഴിത്തിരിവുണ്ടാകുകയുള്ളൂ, കേസിന്റെ ചുരുളഴുകുകയുള്ളൂ. പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ പ്രതിയിൽ നിന്നും ചോദിച്ചറിയാനുള്ളത്. അതായത് തമിഴ്നാട് സ്വദേശിയെ തൊടുപുഴയിൽ എത്തിച്ച് ഫെബ്രുവരി മാസമാണ് പ്രസവം നടത്തി കുഞ്ഞിനെ കൈമാറിയതെന്ന് നേരത്തെ തന്നെ പോലീസ് കണ്ടെത്തിയിരുന്നു. ഇനിയിപ്പോൾ എത്ര ലക്ഷം രൂപയ്ക്കാണ് ഈ കുട്ടിയെ കൊല്ലം സ്വദേശികൾക്ക് കൈമാറിയത് എന്ന് കണ്ടെത്തണം. കൂടാതെ ഈ കേസിൽ ആരൊക്കെ ഇടനിലക്കാരായി നിന്നു എന്നതും കണ്ടെത്തണം. കൊല്ലം സ്വദേശിനിക്ക് കൈമാറി എന്നൊരു പ്രാഥമിക കണ്ടെത്തൽ മാത്രമാണുള്ളത്. തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ഈ പ്രസവം നടക്കുകയും അതിന്റെ ചെലവുകളെല്ലാം ഈ കൊല്ലം സ്വദേശിയാണ് വഹിച്ചതെന്നും കണ്ടെത്തിയിരുന്നു. ഇനിയിപ്പോൾ ആശുപത്രിയിൽ എത്തിച്ച് CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിക്കണം, കൂടുതൽ തെളിവുകൾ കണ്ടെത്തണം. ഇനിയിപ്പോൾ എത്ര ലക്ഷം രൂപയ്ക്ക് കൈമാറി എന്ന് കണ്ടെത്തണം. ഈ കാര്യങ്ങളെല്ലാം ഈ പ്രതിയെ കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യുന്നതിലൂടെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. എന്തായാലും ഒരു കേസിന്റെ ഒരു രണ്ടാം ഘട്ടത്തിലേക്കാണ് ഇതിപ്പോൾ ഇന്ന് കസ്റ്റഡിയിൽ ലഭിക്കുന്നതോടെ മുന്നോട്ട് പോകുന്നത്. രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. മുഖ്യപ്രതിയെ ചോദ്യം ചെയ്യണം, അയാളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കണം തുടങ്ങിയതാണ്. മാത്രമല്ല, ഇതിപ്പോൾ പിടിയിലായി എന്നതാണ്. ഇതിന് മുൻപ് ഇയാൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ, അതിന്റെ പേരിൽ എത്രത്തോളം സംഘാംഗങ്ങൾ അയാളെ സഹായിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് ഈ ആവശ്യക്കാരെ കണ്ടെത്തിയത്, എത്ര പണമാണ് അതിന്റെ പേരിൽ കൈമാറ്റം ചെയ്യപ്പെട്ടത് തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം വ്യക്തത വരേണ്ടതുണ്ട്.